കാലം തുടർന്നുള്ള സമയം നമ്മുടെ മധ്യേ പ്രിയ കദ്രദാസി അല്ലെങ്കിൽ ദൈവവചനത്തിൽ നമ്മൾ സംസാരിക്കും. അത് നമുക്ക് അനുഗ്രഹമായി തീരുമാനം. വളരെ പ്രാർത്ഥനയോടായിരിക്കുമ്പോൾ അവൻ ദൈവവചന സൃഷ്ടിക്കായിട്ട് ഡോക്ടർ നിത്യയെ ഞാൻ ക്ഷണിക്കുന്നു. കർത്താവ് സഹായിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ചെറിയ ഒരു ദൈവവചനം കോട്ട് ചെയ്തിട്ട് ചെറിയൊരു തോട്ട് ഫോർ ദ ഡേ ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. അധികം പ്രിപ്പയർ ചെയ്യാനൊന്നും സമയം കിട്ടിയിട്ടില്ല, കുറച്ച് സമയമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു വചനമാണ് പറയാൻ വിചാരിക്കുന്നത്. ജോൺ ചാപ്റ്റർ 15 വേഴ്സ് നമ്പേഴ്സ് 1 and 2. യോഹന്നാൻ സുവിശേഷം ചാപ്റ്റർ 15 ആദ്യത്തെ രണ്ടാമത്തെ വാക്യങ്ങൾ. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ വെട്ടിക്കളയും, കായ്ക്കുന്നത് അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കും. ഈ വചനവുമായിട്ട് ആണ് ഇന്ന് ദിവസം ഇരിപ്പാൻ ആഗ്രഹിക്കുന്നത്. കായ്ക്കാത്ത കൊമ്പുകൾ അവൻ വെട്ടിക്കളയുന്നു, കായ്ക്കുന്നത് അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ചെത്തി വെടിപ്പാക്കുക എന്ന് പറഞ്ഞാൽ പ്രൂണിങ്. നമ്മുടെ ജീവിതത്തിലെല്ലാം നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള വിഷമങ്ങൾ, പ്രയാസങ്ങളുണ്ട്. ആ പ്രൂണിങ്ങിന്റെ അനുഭവത്തിൽ കൂടി നമ്മൾ ഇന്നത്തെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന നമ്മളെല്ലാവരും ഈ പ്രൂണിങ്ങിന്റെ അനുഭവത്തിൽ കൂടി കടന്നു പോയിട്ടുണ്ട്. ഈ പ്രൂണിങ് എന്ന് പറയുന്നത് ഒട്ടും നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു അനുഭവമല്ല, അത് വേദനയുടെ അനുഭവമാണ്. ഒരു ഷാർപ്പ് റേസർ കൊണ്ട് ഒരു പ്ലാന്റിന്റെ എഡ്ജസ് ഇങ്ങനെ കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് അതിനെ നന്നായിട്ടൊന്ന് വളരാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണത്. നമ്മുടെ ജീവിതത്തിലും നമുക്ക് പ്രൂണിങ് പലതരത്തിൽ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. ആ പ്രൂണിങ് നമ്മൾ നേരിടുന്നത് ഒന്നെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്സിൽ കൂടെ ആയിരിക്കാം, നമ്മുടെ കരിയറിൽ കൂടെ ആയിരിക്കാം, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിൽ കൂടെ ആയിരിക്കാം, നമ്മുടെ രോഗങ്ങളിൽ കൂടെ ആയിരിക്കാം. ഏത് രീതിയിലുള്ള പ്രൂണിങ്ങിൽ കൂടി നമ്മൾ കടന്നു പോയാലും അവസാനം നമ്മൾ ഡിപ്രഷനിലേക്ക് പോകാതെ ആത്മാവിന്റെ ഫലങ്ങൾ അത് കായ്പാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. ആത്മാവിന്റെ ഫലങ്ങൾ എന്ന് പറയുന്നത് വലിയ ഡിസ്ക്രിപ്റ്റീവായിട്ടുള്ള വലിയൊരു ടോപ്പിക്കാണ്, അതിലേക്ക് പോകാൻ സാധിക്കില്ലല്ലോ. ഈ പ്രൂണിങ്ങിന്റെ അനുഭവത്തിൽ കൂടി കടന്നുപോയി വളരെ നന്നായിട്ട് ഫലം കായ്ച്ച രണ്ട് ആളുകളെ പറ്റി പറഞ്ഞ് ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് വളരെ പരിചയമുള്ള രണ്ടുപേരാണ്. ഓൾഡ് ടെസ്റ്റ്മെന്റിലുള്ള ജോസഫിന്റെ കാര്യം. ജോസഫ് നമുക്കറിയാം, യാക്കോബിന്റെ 11ാമത്തെ മകൻ. യോസഫിനെ പറ്റി പറയുന്ന പ്രയർ, യാക്കോബ് ജോസഫിന് കൊടുക്കുന്ന ബ്ലെസ്സിംഗ് ആയിട്ടുള്ള ബ്ലെസ്സിംഗ് വായിക്കാം. യോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷം, നീരിനരികെ ഫലപ്രദമായ ഒരു വൃക്ഷം തന്നെ, അതിന്റെ കൊമ്പുകൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു ബ്ലെസ്സിംഗ് ആണ് യാക്കോബ് യോസഫിന് കൊടുക്കുന്നത്. ബാക്കിയുള്ള മക്കളുടെ ബ്ലെസ്സിംഗ്സിനെ പറ്റി കേൾക്കുമ്പോൾ അവയ്ക്കെല്ലാം ഒരു തരത്തിലുള്ള പ്രത്യേകതകളുണ്ട്. രൂപേന് പ്രത്യേകിച്ച് വലിയ ബ്ലെസ്സിംഗ് കൊടുക്കുന്നില്ല. റാനെ പറ്റി പറയുന്നത് കടിച്ചു കയറുന്ന ഒരു സിനിമ, അങ്ങനെ എന്നാൽ വളരെ ബ്യൂട്ടിഫുൾ, വളരെ ലവ്ലിയുമായിട്ടൊരു ബ്ലെസ്സിംഗ് ആണ് ജോസഫിന് കൊടുക്കുന്നത്. എന്നാൽ ഈ പറഞ്ഞ ബ്ലെസ്സിംഗ്, അതായത് ഫലപ്രദമായ ഒരു വൃക്ഷം, നീരോട് അരികിലിരിക്കുന്ന ഒരു വൃക്ഷം, അതിന്മേൽ പടരുന്നു, ഇത്രത്തോളം മനോഹരമായിട്ടുള്ള ഒരു ജീവിതമാണ് ജോസഫിന് ഉണ്ടായിരുന്നത്. നമ്മൾ അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കാം. ഒരിക്കലുമല്ല. ജോസഫിന്റെ ജീവിതം വളരെ പ്രയാസം, വിഷമങ്ങൾ അണ്ടർഗോ ചെയ്ത ഒരു ജീവിതമായിരുന്നു. യോസഫിന്റെ ചെറുപ്പത്തിൽ തന്നെ അവന്റെ അമ്മ മരിച്ചുപോയി. ചെറിയ കുട്ടിയായിരുന്ന ബെഞ്ചമിൻ മാത്രമായിരുന്നു അവന്റെ കുഞ്ഞ് ബ്രദറായിട്ടുണ്ടായിരുന്നു. ബാക്കി ഉള്ള ബ്രദേഴ്സിൽ കൂടാണ് യോസഫിന്റെ ജീവിതത്തിൽ ഒരു പ്രൂണിങ് ഉണ്ടായിരുന്നു. നമ്മൾ കാണുന്ന യോസഫിന്റെ ബ്രദേഴ്സിന് ആരും തന്നെ അവര് യോസഫിനെ സ്നേഹിക്കുന്നവരല്ലായിരുന്നു. യാക്കോബ് അല്പം ഫേവറേറ്റിസം കാണിച്ചിരുന്നു. ജോസഫിന് അവന് ഇഷ്ടമുള്ള ഒരു അങ്കി തയ്പ്പിച്ചു കൊടുത്തു, അങ്ങനെ എല്ലാം ചെയ്തു. ആ സഹോദരന്മാര് ബ്രദറൻ അവനെ ഒട്ടും സ്നേഹിച്ചിരുന്നില്ല. ജോസഫ് തന്നെ അവന്റെ ദൈവത്തിന് അവനെ പറ്റിയുള്ള മിഷൻ, ഒരു ഡ്രീം കണ്ടിട്ട് അവരുടെ അടുത്ത് ഡിസ്ക്ലോസ് ചെയ്യുകയാണ്. ഞാനിങ്ങനെ സ്വപ്നം കണ്ടു, നിങ്ങളെല്ലാം എന്റെ മുൻപിൽ നിൽക്കുന്നു, എന്നെ വർഷിപ്പ് ചെയ്യുന്നു, അല്ല എന്റെ മുമ്പിൽ നീൽ ഡൗൺ ചെയ്തു, ഇതൊക്കെ ഞാൻ കണ്ടു. യാക്കോബിനോടും പറയുകയാണ്, സൂര്യനും ചന്ദ്രനും ഒക്കെ എന്റെ മുൻപിൽ എന്നെ വീണ് നമസ്കരിക്കുന്നത് കണ്ടു. ജേക്കബ് അത് കേൾക്കുമ്പോൾ അവനെ ഒന്ന് റിബ്യൂക്ക് ചെയ്തിട്ട് പറഞ്ഞു, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുന്നെങ്കിലും അത് മനസ്സിൽ വെച്ചു. പക്ഷെ ഈ ചില ഡിസ്ക്ലോഷേഴ്സ് ജോസഫ് നടത്തുന്നതുകൊണ്ട് ആ മറ്റു സഹോദരന്മാർക്ക് അവന്റെ നേരെ ഭയങ്കര ജലസി,
envy, malice, hatred ഇതെല്ലാം തുടങ്ങുന്നു. അവരാരും അവനോട് ഒരു കമ്പാഷനേറ്റ് ആയിരുന്നില്ല, അവർ കൈൻഡ് ആയിരുന്നില്ല. അവർക്ക് അവനോട് ഭയങ്കര സിബ്ലിംഗ് റൈവൽറി ആണ് ഇത് കേട്ടപ്പോൾ തോന്നിയത്. അപ്പോൾ നമ്മൾ വായിക്കുന്ന പോലെ അവൻ ദോതാനിൽ അവർക്ക് ഭക്ഷണം കൊടുക്കുവാൻ വേണ്ടി ചെല്ലുമ്പോൾ യോസഫിന്റെ സഹോദരന്മാർ ദൂരെ നിന്ന് അവനെ കാണുമ്പോൾ തന്നെ പറഞ്ഞു, ഇതാ സ്വപ്നക്കാരൻ വരും, നമ്മൾക്ക് അവനെ കൊല്ലുക, നമ്മളവനെ കൊന്ന് ഫാദറിനെ ഒരു റോപ്പിങ്ങനെ ബ്ലഡിൽ ഡിപ്പ് ചെയ്തിട്ട് കാണിക്കുക, അവൻ മരിച്ചുപോയെന്ന് പറയുക. യാതൊരു കോൺഷ്യൻസും അവരെ സ്ട്രൈക്ക് ചെയ്യുന്നില്ല. സ്വന്തം ഫാദറിന്റെ മകനാണ്, എന്നിട്ടും അവരവനെ ഒരു മർഡർ കമ്മിറ്റ് ചെയ്യാൻ യാതൊന്നും ചിന്തിക്കാതെ പറയാം, നമുക്ക് അവനെ കൊന്നുകളയാം, ഒരു സെക്കൻഡായിട്ട് അവർ തിങ്ക് ചെയ്യുന്നില്ല. ഈ പറയുന്ന ആൺമക്കളിൽ ബിൽഹായുടെ മക്കളായ നഫ്താലിയൊക്കെ ഉണ്ട്. ഈ ബിൽഹ രാഹേലിന്റെ അടിമയായിട്ടുള്ള ഒരു ദാസിയായിരുന്നു. റാഹേൽ ഇവിടെ എന്റെ ലാപ്പിൽ കിടന്ന് ഡെലിവറി ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടാണ് യാക്കോബിനോട് കൊടുക്കുന്നത്. എന്നാൽ ആ മകനും ഒക്കെ പറഞ്ഞത് എന്റെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള എന്റെ അമ്മയെ മുൻപോട്ട് കൊണ്ടുവന്ന റാഹേലിന്റെ മകനാണ്. ഒന്നും അവർ ചിന്തിക്കുന്നില്ല. അവര് പറഞ്ഞു, വരൂ നമുക്കവനെ കൊല്ലാം. അതിൽ അല്പമെങ്കിലും അവനോട് സിമ്പതി കാണിക്കുന്നത് രൂപേൻ മാത്രമേ ഉള്ളൂ. രൂപേൻ മാത്രം പറയുന്നു, നമ്മൾ അവനെ കൊല്ലണ്ട, അവനെ അതിനകത്ത് ഇട്ടേക്കാം, നമ്മൾ എന്തിനു രക്തം ചൊരിയുമെന്ന് പറഞ്ഞു. അല്പം കമ്പാഷൻ, അല്പം സിമ്പതി രൂപേന് മാത്രമേ അവനോട് തോന്നിയിട്ടുള്ളൂ. പിന്നീട് നമ്മൾ വായിക്കുന്നു, ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോൾ യഹൂദ ആൾക്കാരിങ്ങനെ വരുന്നത് കണ്ടിട്ട്, മിസ്രൈമിൽ വരുന്നത് കണ്ടിട്ട് അവനെ വിറ്റ് കളയാൻ അവർ ആഗ്രഹിക്കുന്നു. അവനെ പൊയ്ക്കൊള്ളട്ടെ, നമുക്ക് അവനെ വിറ്റ് കളയാം. ഈ ഹീബ്രൂ സ്ലേവ്സിനെ ഈജിപ്തിൽ കൊണ്ടുപോയിട്ട് അവർ ഒട്ടും നല്ല ജീവിതമല്ല അവരോട് നയിക്കുന്നത്, അവരെ മിസ്റ്റേക്ക് ചെയ്യുകയാണ്. ഒരിടത്ത് ഞാനിങ്ങനെ വായിച്ചു കേട്ടത്, ആ മിസ്രൈമിലേക്ക് കൊണ്ടുപോകുന്ന ഹീബ്രൂ സെർവൻസ് 2 കൈകൾ തുടർകൊണ്ടിങ്ങനെ കെട്ടും, 2 കാലുകൾ കെട്ടും, എന്നിട്ട് അവരിങ്ങനെ ആ തുടർകൊണ്ട് വലിച്ചുകൊണ്ടാണ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്ന സ്ലേവ് ബോയ്സ് ആയിട്ട്. ഇതൊക്കെ അവർക്ക് അറിയാമായിരുന്നു, അവർക്ക് പണത്തിന് ആവശ്യമുണ്ടായിട്ടല്ല. പക്ഷേ ഈ സഹോദരൻ, ഈ സ്വപ്നം കണ്ട് ഇവരിങ്ങനെ എസ്കലേറ്റഡ് ആയി നിൽക്കുന്ന ഈ സഹോദരൻ നമ്മുടെ അടുത്ത് നിന്ന് പോയിക്കൊള്ളട്ടെ, ഒന്നുകിൽ കൊല്ലുക അല്ലെങ്കിൽ അവനെ ഈജിപ്തിലേക്ക് പറഞ്ഞു വിടുക, നമ്മുടെ മുന്നിൽ ഒന്ന് പോട്ടെ എന്ന് പറഞ്ഞ് യഹൂദയും അതിന് അവരാ പോവുകയാണ്. അപ്പോൾ ആ പൊട്ടക്കിണറ്റിൽ നിന്ന് യോസഫിനെ പിടിച്ചു വലിച്ചപ്പോൾ യോസഫ് കാണും, നിന്നെ രക്ഷിക്കാൻ വേണ്ടി ആയിരിക്കും, ചെയ്യാനായിരിക്കും. പക്ഷെ ഒന്നും ഉണ്ടായിരുന്നില്ല, അവൻ കരഞ്ഞിട്ടുണ്ട്. അവസാനത്തെ പോർഷനിൽ നമ്മൾ വായിക്കുന്നു, ഇവർക്ക് അല്പം ഒരു വേദന തോന്നുമ്പോൾ അവർ പറഞ്ഞു, ബാലൻ നമ്മോട് കെഞ്ചിയപ്പോൾ, അവൻ കരഞ്ഞപ്പോൾ നമ്മൾ അവനോട് വീണ്ടും ദയ കാണിച്ചു. റിപ്പന്റൻസ് തോന്നിയത് വളരെ സമയം കഴിഞ്ഞിട്ടാണ്. ആ സമയത്ത് ഈ കണ്ണുനീരൊന്നും സഹോദരന്മാർക്ക് ഒരു ദയായിട്ട് തോന്നിയില്ല. അവനെ വിട്ട് കണ്ണുനീരോട് എന്റെ അപ്പന്റെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോവുക, എന്നെ ഒന്ന് എന്റെ ബെഞ്ചമിനെ കാണണം, എന്റെ വിടൽ ചേട്ടന്മാര് എന്ത് ദ്രോഹം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ജോസഫ് വളരെ കരഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഈ ബ്രദേഴ്സ് 20 വെള്ളിക്കാശ് അവർ കൗണ്ട് ചെയ്ത് നിൽക്കുന്നതേ ഉള്ളൂ. അവന്റെ കണ്ണുനീരോ ഒന്നും അവർക്ക് മനസ്സിലായില്ല. യാതൊരു കോൺഷ്യൻസും ഗിൽറ്റും ഇല്ലാതെ അവർ അപ്പന്റെ അടുത്ത് വലിയ കള്ളം പറയുകയാണ്, അവനെ കൊന്നിരിക്കുന്നു, അവനെ ആരോ കൊന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അവർ തിരിച്ചു പോകുന്ന അനുഭവമാണ്. പിന്നീടുള്ള പോർഷൻസ് നമുക്കെല്ലാം അറിയാം. ജോസഫ് പിന്നെ അവിടെ നിന്ന് പോകുന്നു. അവിടെയും ചെയ്യാത്ത കുറ്റത്തിനാണ് അവൻ ശിക്ഷിക്കപ്പെടുന്നത്. ഇംപ്രിസൺമെന്റിന്റെ അനുഭവം അവൻ ഉണ്ടായി. ഇംപ്രിസൺമെന്റിന്റെ അനുഭവത്തിൽ അവൻ അവിടെ ഒരു സ്പിരിയോറിറ്റി ഉണ്ടായിരുന്നു. പിന്നെയും അവനെ സഹായിക്കാമെന്ന് പറഞ്ഞിരുന്ന ബട്ട്ലർ അവനെ മറന്നു കളഞ്ഞിരിക്കുന്നു. വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ജോസഫിന്റെ ജീവിതത്തിൽ ഒരു നന്മയുണ്ടായത്. എന്നാൽ ഈ സമയങ്ങളിലൊന്നും ജോസഫിന്റെ കയ്യിൽ നിന്ന് ഒരു തെറ്റും വന്നിട്ടില്ല, ഒരു മിസ്റ്റേക്കും അവൻ കമ്മിറ്റ് ചെയ്തിട്ടില്ല. ജോസഫിനെ പറ്റി പറയുവാണെങ്കിൽ അവൻ നല്ലൊരു ഒബീഡിയൻസ് സണ്ണായിരുന്നു. ഒരു പിതാവ് ഒരു മകനെ സ്നേഹിക്കണമെങ്കിൽ വളരെ നന്നായിട്ട് ജീവിക്കുന്ന ഒരു മകനായിരുന്നു ജോസഫ്. അതുപോലെ അവന്റെ ബ്രദേഴ്സിനും ഒരു ലവിങ് ആൻഡ് കെയറിങ് ബ്രദറായിരുന്നു. കാരണം അവൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല, അവൻ ആ ഭക്ഷണവുമായിട്ട് ഗോദാനിലേക്ക് കടന്നു പോവുകയാണ്. ആ ബ്രദേഴ്സിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അവൻ അവിടെ എല്ലാം കറങ്ങി നടക്കുകയായിരുന്നു. ആ ബ്രദേഴ്സിനോട് വളരെ കൈൻഡ്നസ് ഉള്ള ആളായിരുന്നു. പിന്നീട് പൊത്തിഫറിന്റെ ഭവനത്തിൽ വെച്ച് പൊത്തിഫറിന്റെ അനുഭവത്തിൽ പൊത്തിഫറിന്റെ ഭവനത്തിൽ വെച്ച് ഉണ്ടായ ഇൻസിഡന്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു വുമൺ ആണ് അവരെ മൊളസ്റ്റ് ചെയ്യാൻ വേണ്ടി കടന്നു വരുന്നത്. ആ സമയത്തും യോസഫ് ആ റോബ് എടുത്ത് അവളുടെ അടുത്ത് നിന്ന് ഓടിപ്പോവുകയായിരുന്നു. ഈ ഒരു ഇൻസിഡന്റ്, ഒരേ ഒരു ഇൻസിഡന്റ് നമ്മൾ ബൈബിളിൽ എഴുതിയിട്ടുള്ളൂ. ഒരു പുരുഷനും ചെയ്യാത്തൊരു കാര്യമാണ് ജോസഫ് ചെയ്തത്. അവൻ ദൈവസ്ഥനിൽ വളരെ നീതിയുള്ളവനായിരുന്നു, വളരെ ഹോളിയായിരുന്നു, ഒരു പാപത്തിനും അവൻ കൂട്ടു നിൽക്കുന്നില്ലായിരുന്നു. ഒരു സ്റ്റഡി ബൈബിൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഈ പൊത്തിഫർ എന്ന് പറയുന്നത് ഈജിപ്തിലെ ഒരു വലിയ സെക്കൻഡ് ഇൻ ലൈൻ ആയിട്ടുള്ള ഒരാളാണ്. ആ ഹീബ്രു ആയിട്ടുള്ള സെർവന്റ് ഹീബ്രു ആയിട്ടുള്ള സെർവന്റ്
ഹീബ്രു സെർവന്റ് ആയിട്ടുള്ള ഒരാള് ഒരു ഈജിപ്ഷ്യൻ വുമണെ കയറി പിടിക്കാൻ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവനെ കില്ല് ചെയ്യുന്ന ഒരു ഡെത്ത് പെനാൽറ്റി കൊടുക്കേണ്ട മിസ്റ്റേക്കാണ് അവൻ ചെയ്തിരിക്കുന്നതും. പക്ഷെ എന്നാലും ജോസഫ് പൊത്തിഫറിന് കുറച്ചൊക്കെ ആ ഭാര്യയെ പറ്റി അറിയാവുന്നതുകൊണ്ട് അവനെ ജസ്റ്റ് ഒരു ഇംപ്രിസൺമെന്റ് കൊടുത്തിട്ട് അവനോട് അല്പം ദയ കാണിക്കുകയാണ്. പൊത്തിഫറിനും കുറച്ചൊക്കെ ജോസഫിനെ മനസ്സിലായിട്ടുള്ളതായിട്ട് നാം കാണുന്നു. അതിനുശേഷം അവൻ ഹോളിനെസ് ഉള്ളവനായിരുന്നു. പിന്നീട് അവൻ ചെയ്യുന്ന എല്ലാ ജോലിയിലും അവൻ വളരെ സിൻസിയറിറ്റി ഉണ്ടായിരുന്നു. അവൻ വളരെ സിൻസിയർ ആയിട്ടുള്ള ഒരു സെർവന്റ് ആയിരുന്നു. അതുകൊണ്ടാണ് പൊത്തിഫറിന്റെ ഭവനത്തിലാവട്ടെ ാവട്ടെ അവനൊരു ലീഡർഷിപ്പ് കൊടുക്കുന്നത്. കാരണം ചെയ്യുന്ന ജോലിയിൽ അവനൊരു സിൻസിയറിറ്റി ഉള്ളവനായിരുന്നു. അൾട്ടിമേറ്റ്ലി ജോസഫിനുണ്ടായത് ഏറ്റവും വലിയ ക്വാളിറ്റി അവൻ ഫൊർഗീവ്നെസ് ഉള്ളവനായിരുന്നു. ഈ സഹോദരന്മാർ ഇത്രത്തോളം അവനോട് ക്രൂരത ചെയ്തു. അവനെ കൊല്ലുവാൻ അവൻ കൊല്ലാൻ പോലും പഠിച്ചിരുന്നില്ല. എന്നാൽ ഇതെല്ലാം ഉണ്ടായി കഴിഞ്ഞിട്ടും അവൻ അവരോട് കംപ്ലീറ്റ്ലി ഫൊർഗീവ് ചെയ്യുകയായിരുന്നു. അവന്റെ അടുക്കൽ വരികയും അവനെ നമസ്കരിക്കുകയും ചെയ്യുമ്പോൾ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ ഫൊർഗീവ്നെസ് വലിയ ഇത് കൊടുക്കുന്നില്ല. അവനവരെ പണിഷ് ചെയ്യാമായിരുന്നു, വേണേ അവരെ കില്ലും ചെയ്യാമായിരുന്നു. പക്ഷെ ജോസഫ് അവരുടെ ഭക്ഷണം കൊടുക്കുകയാണ്. അവസാന സഹോദരന്മാർ യാക്കോബ് മരിച്ചു കഴിഞ്ഞിട്ട് ചോദിക്കുന്നു, നീ ഞങ്ങളെ എന്തെങ്കിലും ചെയ്യുമോ, ഞങ്ങൾ കുഞ്ഞുങ്ങളെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഭയപ്പെടുമ്പോൾ അവൻ പറയുന്ന ഒരു വാക്യം തന്നെ, നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ച ദൈവമോ ഇന്നുള്ളത് പോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു എന്നും പറഞ്ഞ് അവൻ അതിനെ വളരെ കൈൻഡായിട്ട് കൺക്ലൂഡ് ചെയ്യുകയാണ്. കൂടുതലൊന്നും അവൻ പറയുന്നില്ല. ബഹുജനത്തിന് നന്മയ്ക്ക് വേണ്ടി എനിക്ക് ഇതൊക്കെ സംഭവിച്ചു എന്ന് പറയുന്നു. അതുകൊണ്ട് ഈ കണ്ട അനുഭവങ്ങളൊന്നും ഇംപ്രിസൺമെന്റോ ബട്ട്ലർ മറക്കുന്നതോ പൊത്തിഫറിന്റെ വൈഫിൽ നിന്നുണ്ടായതോ സ്വന്തം ബ്രദറിൽ നിന്നുണ്ടായ കഠിനമായ പ്രയാസങ്ങളോ ഒന്നും ജോസഫിന്റെ വിശ്വാസം തകർക്കുന്നില്ല, ജോസഫിന്റെ ആത്മീയത തകർക്കുന്നില്ല. അവൻ കൂടുതൽ നേരം പ്രാർത്ഥിച്ചു, കൂടുതൽ ആരാധിച്ചു, ദൈവസ്ഥലം നീതിയുള്ളവനായിരുന്നു. ദൈവം അവസാനമായപ്പോഴാണ് ഉയർത്തി. അതിലും അവൻ വലുതായിട്ടൊന്നും അഹങ്കരിച്ചിരുന്നില്ല. നല്ലൊരു ജീവിതം നയിച്ചു. അതിനുശേഷം പറയാൻ പോകുന്ന അടുത്ത പേഴ്സൺ ലേയയാണ്. ലേയ നമുക്കറിയാവുന്ന പോലെ യാക്കോബിന്റെ ഫസ്റ്റ് വൈഫായിട്ടുള്ള ലേയെ പറ്റി നമ്മുടെ ബൈബിള് അധികമൊന്നും പറയുന്നില്ല. ലേയെ പറ്റി പറയുവാൻ വലിയ ഡിസ്ക്രിപ്ഷൻസ് ഒന്നും ഇല്ല. ലേയെ പറ്റി പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ, ഷി വാസ് നോട്ട് ഗുഡ് ലുക്കിംഗ്. അവളെ കാണുവാൻ സൗന്ദര്യമില്ലായിരുന്നു. മലയാളം ബൈബിൾ അവളുടെ കണ്ണുകൾക്ക് ശോഭയില്ലായിരുന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പറയത്തക്ക കഴിവുകളോ ഡിസ്ക്രിപ്ഷൻസോ ഒന്നും ലേയ്ക്ക് ഉണ്ടായിരുന്നില്ല. ഒരു കാര്യം, അവളുടെ ഭർത്താവ് അവളെ സ്നേഹിച്ചിരുന്നില്ല. She was despised by the husband. നമ്മളെ സംബന്ധിച്ച് നമ്മളെല്ലാ സ്ത്രീകളുടെയും ജീവിതത്തിൽ നമ്മളൊരു ടീനേജ് മുതൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ മാരേജ് ആയിരിക്കും, ബ്യൂട്ടിഫുൾ വെഡിങ് ഡേ ആണ്. അതിനുശേഷം നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഭർത്താവിന്റെ ജീവിതത്തിൽ നമ്മളായിരിക്കണം ഏറ്റവും വലിയ പ്രയോറിറ്റി. നമ്മളെ ഏറ്റവും സ്നേഹിക്കേണ്ട ആൾ നമ്മുടെ ഹസ്ബൻഡ് ആയിരിക്കണം. ഏതൊരു സ്ത്രീക്ക് ഒരു ടീനേജിലും 20s ഉള്ള നമ്മളെല്ലാ സ്ത്രീകളും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, എന്നെ ഏറ്റവും സ്നേഹിക്കേണ്ടത് എന്റെ ഭർത്താവാണ്. നമ്മൾ പല പോസ്റ്റുകളിലും ഒക്കെ ഇപ്പോൾ കാണുന്ന പോലെ he should treat me as a queen. അങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. മറ്റൊന്നും നമ്മളെ അധികം ബോധന ചെയ്യുന്ന ഒരു കാര്യമല്ല. പക്ഷെ ആ കാര്യത്തിൽ ലേയ വളരെ കഠിനമായ ഒരു ശോധനയായിപ്പോയി. യഹോവ പോലും കണ്ടു അവൾ അനിഷ്ടയാണ്. യാക്കോബിന് അവളെ ഒട്ടും ഇഷ്ടമായിരുന്നില്ല. ലേയെ കാര്യം ഇഷ്ടപ്പെട്ടിരുന്നേ ഇല്ല. യഹോവയുടെ സന്നിധിയിലാണ് ലേയയുടെ ദുഃഖം എത്തുന്നത്. അപ്പൊ അതിന്റെ സിവിയറിറ്റി വളരെ അധികമാണ്. ലേയ്ക്ക് പറയുവാൻ വലിയ സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ടുകളോ അല്ലെങ്കിൽ പറയത്തക്ക വലിയ മോറൽ സപ്പോർട്ട്സോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവളുടെ പിതാവായ ലാബാൻ ഒരു ഐഡൽ വർഷിപ്പർ ആയിരുന്നു, ഒരു വിഗ്രഹാരാധിയായിരുന്നു. മാത്രമാണ് ലാബാനെ പറ്റി പറയാൻ വേറെ വലിയ ക്വാളിഫിക്കേഷൻസ് ഒന്നും ഇല്ല. ലാബാൻ ഐഡൽ വർഷിപ്പ് നടത്തിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു. ട്രിക്കി ആൻഡ് കണ്ണിങ് ആയിട്ടുള്ള പേഴ്സൺ ആയിരുന്നു. റേച്ചലിനെ കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടുത്തു. അത് മാത്രവുമല്ല, യാക്കോബിന് കൊടുക്കാനുള്ള അവകാശം അത് 7 പ്രാവശ്യം സ്വന്തം സൺസിന് മാറ്റി കൊടുക്കുകയും ഉണ്ടായിരുന്നു. കാരണം നല്ല ക്വാളിറ്റീസ് ഒന്നും ഉണ്ടായിരുന്ന ഒരാളായിരുന്നില്ല ലാബാൻ. എന്നാൽ ഈ ലാബാന്റെ മകളായിരുന്നിട്ടും ലേയ യാക്കോബിന് വൈഫായപ്പോൾ ജീവനുള്ള ദൈവത്തിന് അടുക്കളയിലേക്ക് വന്നു. ജീവനുള്ള ദൈവത്തിൽ വിശ്വസിച്ചു. നല്ലൊരു ലൈഫാണ് ലേയ ലീഡ് ചെയ്തത്. ഓരോ മകൻ ജനിക്കുമ്പോഴും എന്റെ ഭർത്താവിനെ സ്നേഹിക്കും എന്ന് പറയുന്നതാണ് ലേയാണ് നമ്മൾ കാണുന്നത്. ഓരോ പ്രാവശ്യവും ആശ്വസിക്കും, ഇനിയും എന്റെ ഭർത്താവിനെ സ്നേഹിക്കും. പക്ഷെ വെറും ഒരു ദീർഘവിശ്വാസത്തിൽ ഉള്ളത് ഒതുക്കുകയാണ്. രൂപേനുണ്ടായി, സിമയോനുണ്ടായി, ലേവി ഉണ്ടായപ്പോൾ ഇപ്പോൾ എന്റെ ഭർത്താവിനോട് പറ്റിച്ചേരും എന്നവൾ പറഞ്ഞു. എന്നിട്ടും പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല.
അതിനുശേഷം ജൂത ഉണ്ടായി. ജൂത ഉണ്ടായപ്പോഴും യാക്കോബിന്റെ ജീവിതത്തിൽ ലേയോടുള്ള ആറ്റിറ്റ്യൂഡിലോ അവളോടുള്ള ഹേറ്റഡിലോ ഒരു കുറവ് വന്നിട്ട് കാണുന്നില്ല. ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട പ്രയോറിറ്റിയോ അവനിൽ നിന്ന് കിട്ടേണ്ട ആ റെക്കഗ്നീഷനോ സ്നേഹമോ കിട്ടാത്തത് കൊണ്ടാണ് ഓരോ പ്രാവശ്യം എന്റെ ഭർത്താവിനെ ഇനിയും കൂടുതൽ സ്നേഹിക്കുമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടേ ഇരുന്നത്. പക്ഷേ യാക്കോബിൽ നിന്ന് അവൾ യാതൊന്നും നേടേണ്ടതൊന്നും നേടിയിരുന്നില്ല. അവളുടെ ജീവിതത്തിൽ അവൾ സങ്കടം വളരെ അനുഭവിച്ചിരുന്നു. യഹോവയാണ് അവളുടെ കണ്ണുനീര് കണ്ടത്. അത് മാത്രമല്ല, റേച്ചൽ അവളുടെ ഇളയ സിസ്റ്റർ പോലും ഉള്ളുകൊണ്ട് അവളെ ബുക്ക് ചെയ്ത് കണ്ടോലെ, നിന്നെ അവൾക്ക് ഇഷ്ടമല്ല, എന്നെയാണ് അവൾ കൂടുതൽ സ്നേഹിക്കുന്നത് പറഞ്ഞു കാണും. പിന്നീട് നമ്മൾ കാണുന്നു ഇസ്സാക്കാറുണ്ടായി, സെബൂലിനുണ്ടായി. വളരെ വർഷങ്ങൾ കടന്നുപോയി. ഇതിനിടയിൽ ദാസിമാരും കുഞ്ഞുങ്ങളുണ്ടായി. അതായത് കുറെ വർഷങ്ങളായി അവരുടെ ഫാമിലിയിലേക്ക് തുടങ്ങിയിട്ട് ഇതുവരെ ജീവിതത്തിൽ അവൾക്ക് വേണ്ട യാതൊരു പൊസിഷനും കിട്ടിയിട്ടില്ല. സെബൂലിനുണ്ടായപ്പോൾ, അതായത് 6ാമത്തെ കുട്ടി ഉണ്ടായപ്പോൾ പറയുന്നത്, ഇപ്പോൾ എന്റെ ഭർത്താവ് എന്നോട് പറ്റിച്ചേരും, ഞാൻ 6 ആൺമക്കളെ കൊടുത്തുവല്ലോ. 6 വർഷങ്ങളായി 6 ആൺമക്കളായി, എന്നിട്ടും ലേയയുടെ ഭർത്താവിന് സ്നേഹം ഉണ്ടായിട്ടില്ല. 6ാമത്തെ കിട്ടുമ്പോൾ വളരെ ഹോപ്പ്ഫുൾ ആയിട്ട് പറയുകയാണ്. പക്ഷെ എന്നിട്ടും യാക്കോബിന്റെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടായില്ല, ദീനയുണ്ടായി. എന്നാൽ യാക്കോബിന്റെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? നമ്മൾ ജെനസിസിൽ വായിക്കുന്നുണ്ട്. ജെനസിസ് 33 ആകുമ്പോഴേക്കും ഏശാവ് ഒരു കൂട്ടമായിട്ട് വരുന്നു യാക്കോബിന് നേരെ. യാക്കോബ് പരിപൂർണമായിട്ട് മനസ്സിലാക്കി, ഇവൻ എന്നെ കൊല്ലാൻ, എന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരികയാണ്. ആദ്യം ദാസിമാരെയും അവരുടെ മക്കളെയും യാക്കോബ് മുൻപിൽ നടത്തി. അതിന് തൊട്ടു പുറകിലായിട്ടാണ് മക്കളെയും നടത്തിയത്. യാക്കോബ് എന്തായിരിക്കും ആഗ്രഹിച്ചത്? ശരി, ദാസിമാരെയും മക്കളെയും ആദ്യം വന്നങ്ങ് കൊല്ലട്ടെ, അത് കഴിഞ്ഞിട്ട് മക്കളെയും കൂടെ കൊന്നോട്ടെ. ഏറ്റവും അവസാനം വെൽ പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് അവൻ റേച്ചലിനെയും ജോസഫിനെയും നടത്തുന്നത്. അതായത് ഹസ്ബൻഡിൽ നിന്ന് കിട്ടേണ്ട പ്രൊട്ടക്ഷൻ പോലും ലേക്ക് കിട്ടിയിരുന്നില്ല. പക്ഷെ ഇതിൽ കംപ്ലൈന്റ് പറയുന്നതായിട്ടൊന്നും അവൾ കാണുന്നില്ല. അവൾ കരയുന്നുണ്ട്, അവൾ ഹൃദയം മുറുകിയിട്ടുണ്ട്, അവൾ വേദനിക്കുന്നുണ്ട്. പക്ഷെ അവൾ വളരെ നല്ലൊരു സിൻസിയർ വൈഫായിരുന്നു, ഒബീഡിയന്റ് വൈഫായിരുന്നു. യാക്കോബിനോട് അവൾക്ക് വളരെ കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ലാബാനിൽ നിന്ന് പിരിഞ്ഞു പോവാൻ പറയുമ്പോൾ ഹസ്ബൻഡിനെ ഉപയോഗിച്ചത്, ലാബാനിൽ നിന്ന് മാറി യാക്കോബിനെ ഉപയോഗിച്ചത് നടക്കുന്നതാണ്. വളരെ നല്ല ഗുണങ്ങളുള്ള ഒരു സ്ത്രീയായിരുന്നു ലേയ. അവളുടെ ജീവിതത്തിൽ അവളെ പ്രൂവ് ചെയ്യാൻ ദൈവം ഉപയോഗിച്ചത് അവളുടെ ഭർത്താവിനെയാണ്. അവളുടെ ഹസ്ബൻഡിൽ നിന്നാണ് അവൾ ഉണ്ടായിക്കൊണ്ടിരുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കരിയർ, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം, ആഗ്രഹിക്കുന്ന എല്ലാം കിട്ടുവാണെങ്കിൽ ഒരിക്കലും നമ്മൾ ഇങ്ങനെ കഴിഞ്ഞ് പ്രാർത്ഥിക്കുകയില്ല. നമ്മൾ ഒരിക്കലും ഉപവസിക്കുകയില്ല. ദൈവസ്ഥനെ നമ്മൾ ഇത്ര അനുതാപത്തോട് പ്രാർത്ഥിക്കുകയില്ല. നമ്മൾ ഇവിടെ ഇരിക്കുന്നവരിൽ പലരും പെന്തക്കോസ്റ്റിലേക്ക് വന്നവരായിരിക്കും. നമ്മൾ ആരും ഓൺ ബൈ പെന്തക്കോസ്റ്റ് ആണെന്ന് തോന്നില്ല. ദൈവസഭയിലുള്ളവര് നമ്മൾ പെന്തക്കോസ്റ്റിലേക്ക് വരുന്നത് നമ്മുടെ വിഷമങ്ങൾ കാരണം കൊണ്ടാണ്, നമ്മുടെ വേദനകളാണ് നമ്മളെ ദൈവത്തിലേക്ക് കൊണ്ടുവന്നെത്തിയത്. അപ്പോൾ ഈ ഫാക്ടേഴ്സ് ആയിട്ടുള്ള റൂളിംഗ് ഫാക്ടേഴ്സ് നമ്മളെ മൗൾഡ് ചെയ്ത് അൾട്ടിമേറ്റ്ലി നല്ല ഫലം കായ്ക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കണം. അതിനുവേണ്ടി നമ്മളെ ശക്തീകരിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകിച്ച് ലേയുടെ മുന്തിരിവള്ളി എന്ന് പറയുന്നത് ചെറുതാണോ വലുതാണോ എന്നുള്ളതല്ല പ്രശ്നം. മുന്തിരിവള്ളി ഫലം കായ്ക്കണം. അതിനെ ചെത്തി വെടിപ്പാക്കുന്നത് മുന്തിരിവള്ളിക്ക് വളരെ വേദനയുണ്ട്. പക്ഷേ ഓട്ടക്കാരനായ യഹോവയെ ആഗ്രഹിക്കുന്നത് അത് ഫലം കായ്ക്കണം, നല്ല ഫലം കായ്ക്കണം. കുറച്ച് ഫലം കായ്ക്കുമ്പോൾ കൂടുതൽ ചെത്തും, കൂടുതൽ ഫലം കായ്ക്കാൻ വേണ്ടി. നമ്മുടെ ജീവിതത്തിലും ഈ ചെത്തിവെടിപ്പാക്കൽ നമ്മൾക്ക് ഒട്ടും സന്തോഷകരമായ ഒരു അനുഭവമല്ല. നമ്മൾ തകർന്നു പോകും. പക്ഷേ നമ്മൾക്കത് പോസിറ്റീവായിട്ട് കാണാൻ, കൂടുതൽ പ്രാർത്ഥിപ്പാൻ നമുക്ക് സഹായിക്കുവാനാകട്ടെ. അങ്ങനെ നമുക്ക് ചിന്തിക്കാം. ലേയുടെ ജീവിതത്തിൽ ലേക്ക് നല്ലൊരു ഹാപ്പി മാരീഡ് ലൈഫ് അല്ല ഉണ്ടായിരുന്നത്. അവിടുത്തെ ദൈവം മക്കളെ ധാരാളമായി കൊടുത്തു. പക്ഷേ ദൈവസ്ഥനിൽ അവളുടെ കണ്ണീർ ആ തുരുത്തി ഓരോ തുള്ളികളായിട്ട് ചേർക്കപ്പെട്ടതുണ്ട്. പഴയ നിയമത്തിൽ വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നതാണ് നല്ലൊരു ഫ്യൂണറൽ. ലേക്ക് റാഹേലിന് നല്ലൊരു ഫ്യൂണറൽ കിട്ടിയില്ല, എന്നാൽ ലേക്ക് നല്ലൊരു ഫ്യൂണറൽ കിട്ടി. ഫോർ ഫാദേഴ്സിനെ ഒക്കെ അടക്കിയ മക്പേല ഗുഹയിലാണ് ലേയ അടക്കപ്പെട്ടത്. അവൾക്ക് നല്ലൊരു അടക്കം കിട്ടി. ഇനി അവളുടെ മക്കളെ പറ്റി പറയുവാണെങ്കിൽ ലേവി ഗോത്രം, അതായത് ലേവി 3ാമത്തെ സമയം ഉണ്ടായപ്പോൾ പറഞ്ഞു, എന്റെ ഭർത്താവിനോട് പറ്റിച്ചേരും. ഭർത്താവ് പറ്റിച്ചേർന്നില്ല. പക്ഷേ ലേവി ഗോത്രം യഹോവയോട് പറ്റിച്ചേർന്ന ഒരു ഗോത്രമായിരുന്നു. നമ്മൾക്കറിയാം, അവര് യോശുവ ഇങ്ങനെ അവകാശങ്ങൾ കൊടുക്കുമ്പോൾ ലേവി ഗോത്രത്തിന്റെ അവകാശം എന്ന് പറയുന്നത് യഹോവയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗോത്രമാണ് ലേവി ഗോത്രം. അത് മാത്രവുമല്ല, അവരുടെ അവകാശം യഹോവയാണ്. ദശാംശം കൊണ്ട് ജീവിച്ച ഗോത്രമാണ് ലേവി ഗോത്രം. ഒരിടത്ത് പറയുന്നുണ്ട്,
ലേവി ഗോത്രത്തിന് ഒരിക്കലും ഇറച്ചി വാങ്ങിക്കേണ്ടതായിട്ട് വരുന്നില്ല. കാരണം അവർ യാഗങ്ങൾ ദഹിപ്പിക്കപ്പെടുന്ന യാഗങ്ങളിൽ കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അതുകൊണ്ട് ലേയുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ട തലമുറകളായി തീർന്നു. അതുപോലെ യൂദാ ഗോത്രം, നമ്മൾ സ്ത്രീ എന്ന് പറയുന്ന ഗോത്രം നമ്മുടെ കർത്താവിൽ ഉണ്ടായ ഗോത്രമാണ് യഹൂദാ ഗോത്രം. ദാവീദുണ്ടായ ഗോത്രമാണ് യഹൂദാ ഗോത്രം. ശരിക്കും ഇനിയും നമ്മൾ വരുവാനുള്ള ദിനങ്ങളിൽ നമ്മൾ കാണുന്നു, യഹൂദാ ഗോത്രം വളരെ ഉയർത്തപ്പെടുന്ന ഒരു ഗോത്രമാണ്. അതും വളരെ അനുഗ്രഹിക്കുന്ന ഒരു ഗോത്രമായി. അപ്പോൾ ലേയയ്ക്ക് നല്ലൊരു ശൂടകൾ കിട്ടി. അവളുടെ മക്കൾ ലേവിയും യഹൂദയും ഒക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട തലമുറകളായി മാറുന്നു. യോസഫിന്റെയും അനുഭവങ്ങൾ നമ്മൾ അറിയാവുന്നല്ലോ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വിഷമങ്ങൾ, വേദനകൾ ഒരുപാട് വരും. നമുക്ക് ഇത്രത്തോളം ആശ്വസിക്കാം. നമുക്ക് രോഗങ്ങൾ ഉണ്ടാകാം, കരിയറിൽ നമുക്ക് പലവിധത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടാകാം. നമ്മൾ ആഗ്രഹിക്കാത്ത അനുഭവങ്ങളായിരിക്കും നമുക്ക് കരിയറിൽ പലപ്പോഴും ഉണ്ടാകുന്നത്. റിലേഷൻഷിപ്സ് നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല. പിന്നെ പലതരത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് മാരേജുകൾ നടക്കണമെന്നില്ല. രോഗങ്ങൾ നമുക്ക് ഉണ്ടാകാം, ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാകാം. ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാത്തായിട്ട് ആരും സഭയിൽ ഇല്ല. ഇതൊക്കെ നമ്മളെ പ്രൂൺ ചെയ്യാനുള്ള കാര്യമാണെന്ന് ഓർത്ത് ദൈവസനം നമുക്ക് പ്രാർത്ഥിക്കാം, താഴ്ത്തി ഏൽപ്പിക്കാം. നല്ല ഫലങ്ങൾ കായ്ക്കുവാൻ ദൈവം നമ്മളെ ഒരുക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ ചെറിയ വചനത്താൽ ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം ഇന്ന് രാത്രി കാലം പ്രിയ ഡോക്ടറോട് കേൾക്കുവാൻ നിൽക്കുന്നിടയായി. ഞാൻ സാക്ഷാൽ മന്ത്രിവള്ളി എന്റെ പിതാവ് തോട്ടക്കാരനും ആകുന്നതിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നൊക്കെ അധികം ഫലം കായ്ക്കേണ്ടതിന് ആമേൻ ചെത്തി വെടിപ്പാക്കുന്നു. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് നമ്മളോട് പ്രിയദാസിൽ ഓർപ്പിച്ചത് അധികം ഫലം കായ്ക്കണമെന്ന് ആമേൻ തോട്ടക്കാരൻ നമ്മളെ കുറിച്ചൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. എത്ര പേര് ആ വചനം ഉൾക്കൊള്ളുന്നുണ്ട്? എന്റെ സ്തോത്രം. ഹല്ലേലൂയ. അധികം ഫലം പ്രതീക്ഷിക്കുന്നവർ അധികം ചെത്തിന് വേണ്ടി അല്ലെങ്കിൽ അധികം പ്രൂണിങ്ങിന് വേണ്ടി ഒരുക്കത്തോടെ ഏൽപ്പിച്ചു കൊടുക്കാം. പ്രതികൂല സാഹചര്യം